നിയമസഭാ തിരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ശേഷിക്കെ AAPക്ക് വമ്പൻ തിരിച്ചടി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതോടെ 7 MLAമാർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. BJP, കോൺഗ്രസ് എന്നീ എതിരാളികൾക്കെതിരെ ശക്തമായ പ്രചരണവുമായി AAP മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഈ സംഭവവികാസം. അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും വലിയ ക്ഷീണമാണ് ഇതുണ്ടാക്കിയത്. നരേഷ് യാദവ്, രോഹിത് കുമാർ, രാജേഷ് ഋഷി, മദൻലാൽ, പവൻ ശർമ്മ, ഭാവന ഗൌഡ് എന്നിവരാണ് രാജിവെച്ച MLAമാർ. പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ നിരാശപ്പെടുത്തിയതായി ഭാവന ഗൌഡ് രാജിക്കത്തിൽ അറിയിച്ചു. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് അവർ കെജ്രിവാളിനോട് പറഞ്ഞത്. നരേഷ് യാദവ് നേരത്തെ മെഹ്റൌളി സ്ഥാനാർത്ഥിയായിരുന്നു. ഖുറാൻ അവഹേളന കേസിൽ പഞ്ചാബ് കോടതി അദ്ദേഹത്തെ 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. പിന്നീട് ഫെബ്രുവരി 5-ന് നടക്കാനിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ 5ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ നരേഷ് യാദവിനെ മാറ്റി മഹേന്ദർ ചൗധരിയെ മെഹ്റൌളി സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. AAP തങ്ങളുടെ സ്ഥാപക തത്വമായ സത്യസന്ധമായ രാഷ്ട്രീയം പാടെ ഉപേക്ഷിച്ചുവെന്ന് നരേഷ് യാദവ് രാജിക്കത്തിൽ പറയുന്നുണ്ട്. അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ പാലിക്കുന്നതിനു പകരം അതിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് പാർട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഡൽഹി മദ്യനയ അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. രാജിവെച്ച മറ്റ് MLAമാരും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയത്. സീറ്റ് നിഷേധിച്ചത് തന്നെയാണ് ഇവരുടെ രാജിയിലേക്ക് നയിച്ച ഘടകമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ AAP വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതിനാൽ തന്നെ BJP ഉൾപ്പെടെ വിഷയം ആളിക്കത്തിക്കും എന്ന് ഉറപ്പാണ്. അഴിമതി വിരുദ്ധ ഭരണം എന്ന വാഗ്ദാനത്തിൽ ഊന്നിയാണ് AAPയുടെ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും. എന്നാൽ ഇവയിൽ നിന്നുള്ള വ്യതിചലനമാണ് രാജിവെച്ച MLAമാർ ചൂണ്ടിക്കാട്ടിയതെന്ന കാര്യം കോൺഗ്രസും BJPയും ഒരുപോലെ ഏറ്റെടുക്കാനാണ് സാധ്യത. ഡൽഹിയിൽ ഹാട്രിക് വിജയം പ്രതീക്ഷിച്ചു വരുന്ന AAPക്ക് ഇത് വലിയ ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം യമുനയിൽ വിഷം കലർത്തിയെന്ന കെജ്രിവാളിന്റെ ആരോപണമാണ് രാജിക്ക് പിന്നിലെന്ന് ചിലർ പറയുന്നുണ്ട്. ഡൽഹിയിലെ ജലവിതരണം തടസ്സപ്പെടുത്താൻ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തുകയാണെന്ന അവകാശവാദത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പിടിവീണിരിക്കുകയാണ്. വിഷയത്തിൽ ഹരിയാന കോടതി കെജ്രിവാളിന് സമൻസ് അയച്ചിട്ടുണ്ട്. ഫെബ്രുവരി 17-ന് നേരിട്ട് ഹാജരാകാൻ കെജ്രിവാളിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ നിയമമനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്നും കെജ്രിവാളിന് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട്. തന്റെ ആരോപണത്തിന് പിന്നിലെ കൃത്യമായ കാരണം ബോധ്യപ്പെടുത്താൻ കെജ്രിവാളിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ യമുനയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാളിന്റെ അവകാശവാദത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തെളിവ് ആവശ്യപ്പെട്ടിരുന്നു.